ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചവറ് കണ്ടന്റ് ആണ്, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. വേറൊന്നുമല്ല, കെ ഫാമിലിയെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം അഹാനയുടെ കസിൻ ആയിട്ടുള്ള തൻവി 2 വീഡിയോ ആയിട്ട് വന്നു. അതിനൊരു എക്സ്പ്ലനേഷൻ അഹാന ഒരു വീഡിയോ ആയിട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഒരു എക്സ്പ്ലനേഷനുമായിട്ട് തൻവി വന്നിരിക്കുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ തൻവി വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഒരാഴ്ച മാത്രം എൻ്റെ ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടൂ എന്ന് പറഞ്ഞ് നിന്ന അഹാനയും തൻ്റെ വീഡിയോ മുക്കിയിട്ടുണ്ട്. ആൻഡ് മെയിൻ തിങ്, അഹാന സീരിയസ്ലി നല്ല രീതിയിൽ തേഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ ആ ഒരു ഫാമിലിയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആയിട്ട് എല്ലാവരും കരുതിയിരുന്ന ഒരു വ്യക്തി അഹാനയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും പല ആളുകളും അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, പല കമന്റ് സെക്ഷനിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വീഡിയോയുടെ കമന്റ് സെക്ഷനിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അഹാന പറയുന്ന പല കാര്യങ്ങളും ശരിയായിരുന്നു. ആ ലാസ്റ്റ് വീഡിയോയിൽ സ്റ്റിൽ ശരിയാണ്, പക്ഷേ അത് പകുതി മാത്രമായിരുന്നു ശരി. അഹാന ചെയ്ത തെറ്റുകൾ ആ ഒരു വീഡിയോയിൽ അഹാന പറഞ്ഞിട്ടേ ഇല്ല. ആ തെറ്റുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ തൻവി പറഞ്ഞിരിക്കുന്നത്. അത് നല്ല രീതിയിൽ അഹാനയുടെ ക്യാരക്ടറിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അഹാന ചുരുക്കം പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ അമ്മുമ്മയെ തെറിവിളിച്ച കാര്യങ്ങളും വളരെ മോശമായിട്ട് പെരുമാറിയ കാര്യങ്ങളൊക്കെ ആ അമ്മുമ്മ ആ ഒരു വീഡിയോക്കകത്ത് വന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ ചിലപ്പോൾ ഇവർക്ക് കാരണങ്ങൾ ഉണ്ടാവും, എന്നാൽ പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പം തൻവിയുടെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുള്ളിക്കാരത്തി ആദ്യം തന്നെ പറയുന്നുണ്ട്, ആ വീഡിയോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ കെ ഫാമിലിയെ ടാർഗറ്റ് ചെയ്തിട്ട വീഡിയോ ഒന്നും അല്ല, അതങ്ങനെ ആയി പോയതാണ് അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർത്തതാണ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പൊ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ഇന്റൻഷനോട് കൂടിയാണ് വീഡിയോ ഇട്ടതെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിഞ്ഞു. ജനങ്ങൾ കുറെ കാര്യങ്ങൾ അസ്യൂം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിന്ധു കൃഷ്ണ സ്വന്തം അമ്മയെ നോക്കുന്നില്ല എന്നുള്ള കാര്യം. അത് യാഥാർത്ഥ്യമാണ്. അത് ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾ പറയാതെ തന്നെ പറഞ്ഞു. അത് ജനങ്ങൾ ക്രാക്ക് ചെയ്തെടുത്തു. കമന്റ് സെക്ഷനിൽ അതുപോലെ തന്നെ വന്നു. സത്യം അതായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ എന്തൊക്കെയോ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കസിൻസ് ഇങ്ങനെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്നത്. ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കത് കേട്ടപ്പോഴത്തേക്കും വിഷമമായി. കാരണം അമ്മൂമ്മ ആരുമില്ല എന്ന് പറയുന്നത് അപ്പൂപ്പം പോയതുകൊണ്ട് അമ്മൂമ്മക്ക് കൂട്ടിന് ആരുമില്ല. കാരണം അമ്മൂമ്മക്ക് ജോലിക്ക് നിൽക്കിയ ആളുണ്ട്. പിന്നെ അമ്മൂമ്മേനെ സിന്ധുമ്മയുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയി നിർത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അമ്മൂമ്മക്ക് ഈ OCD എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണ്. അപ്പോൾ അമ്മൂമ്മക്ക് അമ്മൂമ്മയുടേതായ രീതിയിലൊക്കെ വീട് വൃത്തിയാക്കാൻ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മു പറഞ്ഞ ആ കാര്യം സത്യമാണ്, അമ്മൂമ്മക്ക് OCD ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വീണതേ അമ്മൂമ്മയുടെ അടുത്താണ്. അപ്പോൾ അമ്മൂമ്മക്ക് പണ്ട് തൊട്ടേ ഈ അസുഖം ഉണ്ടായിരുന്നു. എനിക്കതുകൊണ്ട് അത്രയും വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഞാൻ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തപ്പോൾ മറ്റേ സ്പെഷ്യൽ നീഡ്സ് ആയ പ്രായമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ അമ്മൂമ്മയുടെ OCD ഒക്കെ ഒന്നുമല്ല. അവിടെ നിന്ന് പിച്ചും മാന്തും അവിടെ പാമ്പർ മാറ്റും അതെല്ലാം ചെയ്തിട്ട് വരുമ്പോൾ അമ്മൂമ്മയുടെ ഈ OCD ഒക്കെ എനിക്കൊരു വലിയ കാര്യമായിട്ടേ തോന്നിയിട്ടില്ല. പക്ഷെ അഹാന പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അമ്മൂമ്മ എന്തോ വലിയൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഭയങ്കര ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ടാണ്. അപ്പൊ തൻവി എങ്ങനെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഏതാണ്ട് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, തൻവി വളർത്തിയത് ഇവരാണ്, അതിന്റെ കടപ്പാട്. രണ്ടാമത്തെ കാര്യം, ഇതിനേക്കാളും വലിയ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെ നോക്കാൻ തൻവിക്ക് അറിയാം. അവരുടെ തൊഴിൽ അതാണ്. ആ ക്ഷമ തൻവിക്കുണ്ട്. പക്ഷെ കെ ഫാമിലിയിലെ ആളുകൾക്ക് ആ ക്ഷമയില്ല. അവർക്ക് അതിന്റെ ആവശ്യവും ഇല്ല, കടപ്പാടും ഇല്ല. പ്രത്യേകിച്ച് ഈ അമ്മൂമ്മ എടുത്ത് ഒരു ഹോം നഴ്സിനെ സെറ്റ് ചെയ്യാൻ, വൃത്തിയാക്കാൻ ഒരാളെ സെറ്റ് ചെയ്യാം. അപ്പോൾ അമ്മൂമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മൂമ്മ സത്യം പറയാലോ, ഞാൻ അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്. അപ്പോൾ ഈ വീട് തൂക്കുന്നതും തുടയ്ക്കുന്നതും ഈ പാത്രം എല്ലാ കാര്യവും അമ്മൂമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ അടുക്കള എനിക്ക് ആഹാരം വെക്കാൻ അറിയത്തില്ല. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കണ്ടു കാണും. എല്ലാ വീഡിയോയിലും യോജിയ ഫുഡ് വയ്ക്കുന്നത്. എന്നെ അവരതുപോലെ പൊന്നുപോലെ നോക്കി. ഇപ്പം സിന്ധുമ്മയുടെ ഫാമിലിയിലും എൻ്റെ കസിൻസിനെ ഒന്നും അമ്മൂമ്മ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നെ നോക്കിയിട്ടുള്ളൂ, ബിക്കോസ് എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ ആഹാന വ്ളോഗിൽ എൻ്റെ അമ്മേനെ കുറിച്ച് പൊക്കി എനിക്കൊന്നും അറിഞ്ഞൂടാ. അവരോട് അങ്ങനെയാണ് പെരുമാറിയത്, ബിക്കോസ് അവർ ഫേമസ് ആണ്. അതുകൊണ്ട് അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അമ്മൂന് മാത്രമേ ഫേവർ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എന്നെ ഒരു കാര്യത്തിന് എന്നെ പട്ടിയെ പോലെയാണ് നോക്കിയത്. ഞാൻ എല്ലായിടത്തും എൻ്റെ അമ്മ എന്നെയും കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ് കരഞ്ഞ കുട്ടിയാണ് ഞാൻ. എനിക്കറിഞ്ഞൂടെ. ഒന്നാമത്തെ കാര്യം, ഇവരുടെ അമ്മ ഇവരെ ഇട്ടിട്ട് പോയതാണ്. ആ അമ്മയെ പറ്റിയാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മു എന്ന് പറയുന്നത് അഹാന എവിടെങ്കിലും പോകുന്ന സമയത്ത് സ്വന്തം മകളെക്കാൾ കൂടുതൽ അഹാനയാണ് നോക്കിയതെന്നാണ്. അതുകൊണ്ടായിരിക്കണം അവര് ഇവരുടെ അമ്മയെ പൊക്കി പറഞ്ഞത്. പക്ഷെ തൻവിയെ നോക്കിയത് മുത്തശ്ശിയാണ്. അതുകൊണ്ടാണ് തൻവി മുത്തശ്ശിയുടെ കൂടെ നിൽക്കുന്നത്. എൻ്റെ കാര്യം പോലെ അല്ലല്ലോ അവർ ബാക്കിയുള്ളവരോട് പെരുമാറുന്നത്. എത്രയോ പേര് ഞാൻ ക്യാൻറ്റീനിൽ കണ്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞവർ. ആ കല്യാണം കഴിഞ്ഞവർ എന്ന് വെച്ചാൽ അവരുടെ കൊച്ചുങ്ങൾ 3 ഇപ്പം ഞാൻ സ്റ്റെപ്പ് കൊച്ചായിട്ട് വന്നാൽ പോലും ഞാൻ
അവരെൻ്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് ആണെങ്കിലും ദേ ആർ സ്റ്റിൽ മൈ സിബ്ലിങ്സ്. അവരെ നോക്കുന്ന പോലെയല്ലേ എന്നെ നോക്കേണ്ടത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അമ്മേനെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പറഞ്ഞു, ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ പറയണേ നീ എൻ്റെ ചേച്ചിയുടെ മോളാണെന്ന്, എൻ്റെ മോളാണെന്നൊന്നും പറയല്ലേ, ആർക്കും അറിയത്തില്ല ഞാൻ സെക്കൻഡ് മാരേജ് ആണെന്ന്. ഇങ്ങനെയൊക്കെ ഒരു സ്വന്തം മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു സ്ത്രീയാണ് അത്. ഓക്കെ, അവിടെയും ചാറ്റ് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ ഡെലിവറിയുടെ അന്ന് പോലും എന്നോട് പറഞ്ഞ്, നീ ഈ വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, ഈ ശപിച്ച വീട്ടിൽ വന്ന് നിന്നാൽ നീ നശിച്ചു പോവും, നിനക്കൊന്നും കിട്ടാൻ പാടില്ല, നിനക്ക് കിട്ടുന്ന നമുക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം ആ എല്ലാ സാധനവും അത് നീ എല്ലാവരോടും ഷെയർ. എനിക്കൊരു കല്യാണം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇരുന്ന സ്വർണ്ണവും എല്ലാം എൻ്റെ അമ്മ വിറ്റ് അത് കാശാക്കിയിട്ട് അവസാനം എൻ്റെ പേരിൽ ഒരു 6 ലക്ഷം ഉണ്ടായിരുന്ന പോലും അന്ന് വന്ന് പകുതി എടുത്തുകൊണ്ട് പോയി. എൻ്റെ അമ്മ എന്തിനാ എന്നെ കൊണ്ട് കുടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. അതേപോലെ ഇഷ്ടംപോലെ എൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവർ വിറ്റ്. എന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂശിയുടെ കല്യാണത്തിൽ വന്നപ്പോൾ എനിക്കിടാൻ ഒരു സ്വർണ്ണം പോലും ഇല്ല. ഞാനിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യം, ഈ കമ്മലുണ്ടോ, ഇത് ഗോൾഡ് പോലും അല്ല. എൻ്റെ കാതിൽ അത് വീണ് ക്യാൻഡേ പോയി 2024 ഊരി വീണതാണ്. എനിക്ക് കാത് ഇടാൻ പോലും ഒരു കമ്മൽ കൂടി മേടിക്കാനുള്ള സമയമില്ലായിരുന്നു, സാഹചര്യം. ഇത് ഏതൊരു ഡൂപ്ലി കമ്മലാണ്, ഇത് അടയാതിരിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മേനെ അത്രയും പൊക്കി പറഞ്ഞതിന് എനിക്ക് പറയാനുണ്ടല്ലോ. എൻ്റെ എല്ലാ മെസ്സേജ് ചാറ്റും ഉണ്ട്. അപ്പം എനിക്ക് ഇതൊന്നും പബ്ലിക്ലി ഇടാൻ താല്പര്യമില്ല. പക്ഷെ ഇത്രയും പൊക്കി പറയുമ്പോൾ നമ്മളും പറയണ്ടേ. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഈ അമ്മൂമ്മയ്ക്ക് തന്നിയോട് മാത്രം ഇഷ്ടം, ബാക്കി കൊച്ചുമക്കളെ ആരെയും ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തുന്നത് എന്തുകൊണ്ട്? അതിന് കൃത്യമായ ഒരു ഉത്തരം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം ഇവർ രണ്ടുപേരും, ഈ തൻവിയും അതുപോലെ തന്നെ KK ഫാമിലിയിലെ പിള്ളേരും വളർന്ന സാഹചര്യങ്ങൾ രണ്ടും എക്സ്ട്രീംലി 2 എക്സ്റ്റെൻഡ് നിൽക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ്. KK ഫാമിലിയിലെ പിള്ളേർ എല്ലാ സൗഭാഗ്യങ്ങളും, അച്ഛൻ, അമ്മ, പൈസ, ഫെയിം, എത്ര നല്ല ജീവിതം കിട്ടാവോ ആ രീതിയിൽ അടിപൊളിയായിട്ട് വളർന്നു വന്ന പിള്ളേർ. ആൻഡ് തൻവിയുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അമ്മയില്ല, അച്ഛൻ്റെ കൂടെ എന്തോ 3 കൊല്ലം മാത്രമാണ് ജീവിച്ചതെന്ന് പറയുന്നു, ആരുമില്ല, പൈസ ഇല്ല, ആ കൂടെയുള്ളത് അമ്മുമ്മയും അപ്പൂപ്പനും മാത്രം. അമ്മ ഇവരെ കളഞ്ഞിട്ട് പോയതാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ്. അപ്പം അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് അമ്മുമ്മയാണ്. അവരാണ് ഈ തൻവിയെ വളർത്തിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കുട്ടിയോട്, അതും അമ്മയില്ലാതെ വളരുന്ന ഒരു കുട്ടിയോട് അമ്മുമ്മ സ്നേഹം കാട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് കരുതൽ കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കുട്ടികളെക്കാളും, ബാക്കിയുള്ള പേരക്കുട്ടികളെക്കാളും അമ്മുമ്മയ്ക്ക് തൻവിയോടായിരുന്നു ഇഷ്ടം. തൻവിക്ക് തിരിച്ചു. അതിന്റെ കടപ്പാടാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി കാനഡയിൽ നിന്ന് വന്നത്. സംഭവമൊക്കെ ശരിയാണ്. ആ വീഡിയോ എടുത്തിടുന്നത് വരെ, വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു നറേറ്റീവ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തോട്ട് വരില്ലായിരുന്നു, ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് വരത്തില്ലായിരുന്നു. നിങ്ങളുടെ ഫാമിലി തന്നെ ഇതെല്ലാം നിന്നേനെ. ഇതൊരു സൈഡിൽ നിന്ന് പൊട്ടി തുടങ്ങിയതാണ് ഈ കാര്യങ്ങളൊക്കെ. അത് മൊത്തം നാടുമൊത്തം പറഞ്ഞ്. പക്ഷെ ഇവിടെ അമ്മൂമ്മ കാണിച്ച ഒരു പിഴവുണ്ട്, ആ ഒരു വേർതിരിവുണ്ട്, പേരക്കുട്ടികൾ തമ്മിലുള്ള ഒരു വേർതിരിവ് ഇൻ ദ സെൻസ്, ഒരു പേരക്കുട്ടിക്ക് എല്ലാം ഉണ്ട്, മറ്റേ പേരക്കുട്ടിക്ക് ഒന്നുമില്ല. ആ സമയത്ത് ഒരു വേർതിരിവ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് അഹാനയുടെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ആ ലാസ്റ്റ് വീഡിയോയിൽ മനസ്സിലാവുന്നതാണ്. അമ്മ കളഞ്ഞിട്ട് പോയ കുട്ടിയെ വളർത്തുന്നത്, സ്നേഹിക്കുന്നത് തെറ്റല്ല, തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ മറ്റു പേരക്കുട്ടികളെയും അത്രയും സ്നേഹം, തന്മയുടെ അത്രയും സ്നേഹം കൊടുത്തില്ലെങ്കിലും അവർക്കും ആ ഒരു പരിഗണന കൊടുക്കണം. സ്നേഹമാണെങ്കിൽ എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലേ അത് തിരിച്ച് കിട്ടത്തുള്ളൂ. അതിന് ആരെങ്കിലും ഒരാൾ തുടക്കം ഇടണം. ഇത് 2 കൂട്ടരും തുടക്കം ഇട്ടിട്ടില്ല. ആ ഒരു പരിഗണന ഈ അമ്മുമ്മ അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനി ഇവരുടെ വർഷം വരുമ്പോഴായിരിക്കും എന്താണ് നടന്നതെന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അഹാന അടക്കമുള്ള ആളുകൾ, മെയിനായിട്ട് അഹാനയുടെ പേരാണ് ഇതിനകത്ത് പറയുന്നത്. അഹാന ഈ അമ്മുമ്മയെ ഒരു അമ്മുമ്മയായിട്ട് കണ്ടിട്ടില്ല. അവരെ സംബന്ധിച്ച് ഏതോ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അഹാന ഇതിനകത്ത് അമ്മുമ്മ എടുത്ത് പെരുമാറിയെന്ന് അമ്മുമ്മ പറയുന്നത്. പിന്നെ ഇവരുടെ ഒരു സ്ഥായി ഭാവമാണ്, ഈ കുടുംബത്തിന്റെ ഒരു സ്ഥായി ഭാവമാണ് അഹങ്കാരം. എന്തോ അങ്ങ് ഉണ്ടാക്കി എന്നുള്ള ഒരു അഹങ്കാരം. അവർക്ക് ആരുടെയും പരിഗണനയുടെ ആവശ്യം പോലും ഇല്ല, കാര്യം എല്ലാം ഉണ്ട് എന്ന മട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് പരിഗണന, എന്താ അമ്മുമ്മ ഉദ്ദേശമുള്ളൂ? ഇത് നിങ്ങൾ കറക്കി തിരിച്ച് സിന്ധു കൃഷ്ണ അവിടെ അമ്മേനെ നോക്കുന്നില്ല, അവിടെ തൻവിയുടെ അമ്മ അവരെ നോക്കുന്നില്ല, ഇവർ നോക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും അവർ നോക്കുന്നില്ല. അതാണ് സത്യാവസ്ഥ എന്ന് വെച്ചാൽ അമ്മുമ്മേനെ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമ്മുമ്മ പ്രശ്നമാണ്. ഇവർക്കൊക്കെ അപ്പൂപ്പനെയാണ് കൂടുതൽ ഇഷ്ടം, അമ്മുമ്മേനെ അത്രയും താല്പര്യമില്ല. അങ്ങനെ കാരണം അമ്മുമ്മയ്ക്ക് എപ്പോഴും ഞാനാണ് വലുതെന്ന് പറഞ്ഞ് അമ്മുമ്മ എൻ്റെ എല്ലാ കാര്യവും നോക്കുമായിരുന്നു. സോ ബേസിക്കലി അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ബിക്കോസ് എന്നെ മാത്രമേ, കൊച്ചുമോളെ മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാതിയാണ്. കാരണം അമ്മുമ്മ നോക്കുമ്പോൾ എൻ്റെ അച്ഛനില്ല, എനിക്ക് അച്ഛനില്ല. അമ്മയാണെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം നോക്കിപ്പോയി. എന്നെ ഞാൻ ചെന്നൈയിൽ നിന്നപ്പോൾ പോലും ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ചെന്നൈയിലാണ് നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മനസ്സിൽ വരെ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ എൻ്റെ അച്ഛന് വേണ്ടി ഞാനങ്ങ് ചത്തിരുന്നെങ്കിൽ
ഞാനിത് മുമ്പ് പറഞ്ഞിട്ടും തോന്നുന്നു ചത്തിരുന്നെങ്കിൽ 2 പേരുടെ ഫാമിലിക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവത്തില്ല. ഒരു കൊച്ചായിട്ടൊരു ഇരിക്കുന്ന ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എൻ്റെ മനസ്സിൽ വെച്ച് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അത്രയും ആരും ഇല്ലാതിരുന്ന സമയത്താണ് എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നെ എടുത്ത് വളർത്തിയത്. അവരോട് എനിക്ക് നന്ദികേട് കാണിക്കാൻ പറ്റുമോ? ഇവർ തമ്മിൽ അടിയായി, ഓക്കെ. അപ്പോൾ സത്യം പറയാൻ തൻവി പറയുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അച്ഛനില്ല, അമ്മയില്ല, അമ്മൂമ്മ മാത്രം. ആ ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഇവരെ സ്നേഹിക്കാൻ ഈ അമ്മൂമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു നന്ദിയാണ് തൻവി കാണിക്കുന്നത്. KK ഫാമിലിയിലെ പിള്ളേരെ അമ്മൂമ്മ പരിഗണിച്ചില്ല, സ്നേഹിച്ചില്ല. അതിന്റെ നന്ദികേടാണ് അവർ കാണിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ അപ്പൂപ്പൻ മരിച്ചത്. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഓക്കെ ഈ അമ്മൂമ്മയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് തീരുമാനമാണ്. അമ്മൂമ്മ ഇനിയിപ്പോൾ എന്നെ ഒരു കത്തി എടുത്ത് കുത്തിയാലും എനിക്ക് അമ്മൂമ്മേനെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരെന്നെ അത്രയ്ക്കും നോക്കിയതാണ്. അഹാനയായിട്ടുള്ള ഒരു ആ ക്ലോസ്നെസ് അമ്മൂമ്മയ്ക്കില്ല. അമ്മൂമ്മയ്ക്ക് എന്നെ വളർത്തിയുണ്ട്, അമ്മൂമ്മയ്ക്ക് ആ ഒരു ക്ലോസ്നെസ് ഉണ്ട്. അതേപോലെ എനിക്ക് എൻ്റെ അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മയാണ് എനിക്ക് ആ ക്ലോസ്നെസ് ഉള്ളത്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര അടിയായിട്ട് ഈ അമ്മു ഇത്രയും പറഞ്ഞില്ലേ, അമ്മൂമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്ത്. ആ നല്ല അഹാന എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മൂമ്മ ഭയങ്കര ഇതാണെന്നോ അതാണ്. അമ്മൂമ്മേനെ കുറിച്ച് കൊച്ചുമോൾ പറയുന്നതാ അഹാന. ഈ ചാറ്റൊക്കെ എൻ്റെ അവരെന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇതെല്ലാം ഞാൻ എന്തോ ഭാഗ്യത്തിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ബിക്കോസ് ഞാൻ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം, അമ്മൂമ്മനെ കുറിച്ച് മോശമായിട്ട് പറയുന്നു, അതുകൊണ്ട് അമ്മൂമ്മ ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മയുടെ ഞാൻ ഒന്നും പറയാതെ ഇരുന്നിട്ടില്ല. all that bitch needs is money. I wonder what she is doing with the 30 lakhs. അപ്പോൾ ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോട് പറയാം. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ് നീ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങണ്ട, അവരെന്താ പറയണേന്ന് നീ കേട്ട് നോക്കിയിട്ട് നീ എന്നോട് പറ. അങ്ങനെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ അമ്മൂമ്മ വരെ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയായിട്ട് മീൻസ് എന്നോട് അഹാന അയച്ച ഒരു മെസ്സേജാണ്, Tanvi, your dear grandmother is the biggest bitch on earth. If you എൻ്റെ കൊച്ചാണ് സത്യം ദഹാൻ അയച്ചേക്കുന്ന മെസ്സേജാണ്. If you all wish to see dad alive for some more time, please ask her to adjust. ഇങ്ങനെയൊക്കെയാണ് അയക്കുന്നത്. എന്നിട്ട് ഈ അഹാനയുടെ കഴിഞ്ഞ വീഡിയോ ഏതാണ്ട് ഒരു 15 ലക്ഷത്തിനടുത്ത ആളുകൾ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഏറ്റവും കുറഞ്ഞത്. ആ വീഡിയോ കണ്ട് ഏതാണ്ട് 90% ആളുകളും അഹാന പറഞ്ഞത് വിശ്വസിച്ചു. ഇത്രയും നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തേക്കുന്നത്. അഹാന അതിനകത്ത് കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല, നടന്നത് മാത്രമേ പറഞ്ഞുള്ളൂ, ശരിയായിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അഹാന തിരിച്ചു വിളിച്ച കാര്യം ഒന്നും അതിനകത്ത് മിണ്ടിയിട്ടില്ല. അഹാന അവിടെ നല്ല കുട്ടിയായിട്ട് അഭിനയിച്ചു, അമ്മൂമ്മയുടെ മാത്രം കുറ്റമായിട്ട് ചിത്രീകരിച്ചു. അഹാന ഈ രീതിയിൽ ഈ സ്ത്രീയെ തെറി വിളിച്ചിട്ടാണ് അവിടെ വന്നിരുന്നിട്ട് പുണ്യാളത്തെ കളിച്ചത്. സീനി എത്ര വലിയ മോശം സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങളുടെ അമ്മൂമ്മയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ചിലപ്പം പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത കുടുംബമൊന്നുമില്ല, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ പോലും നമ്മളെ കുഞ്ഞുനാൾ തൊട്ട് കാണുന്നതാണ്. ഇവരൊക്കെ പ്രായം ചെല്ലുന്ന ആളുകളാണ്, എത്ര വയസ്സിന് മൂത്ത ആളുകളാണ്. നമുക്ക് തോന്നൂല ഇനി എത്ര വലിയ ദേഷ്യവും ഇതൊക്കെ ഉണ്ടെങ്കിലും അമർഷമൊക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിലൊന്നും എനിക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിലും എൻ്റെ ഫാമിലിയിലോ അങ്ങനെയൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ, സീരിയസ്ലി കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും നാള് അഹാന ഭയങ്കര ക്വാളിറ്റി ഉള്ള കക്ഷിയാണെന്നൊക്കെ വിചാരിച്ചു വെച്ചിരുന്ന ആളുകൾക്ക് തെറ്റി. ഇതാണ് തനിക്കോണം. ബിക്കോസ് ഇതിനും മറുപടി അഹാനയുടെ കാണും. ഞാൻ ഇതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേണമെങ്കിൽ അഹാനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള മറുപടി കേട്ട് അഹാന വേണമെങ്കിൽ വരാം. ഇതിനെ ഭയങ്കര മനോഹരമായിട്ട് ടാക്കിൾ ചെയ്യുന്ന തരത്തിലുള്ള പ്രൂഫുകൾ ചിലപ്പോൾ നിങ്ങൾ നിരത്താം. ചിലപ്പോൾ അമ്മൂമ്മ നേരത്തെ വരെ വിളിച്ച ഓഡിയോസ് നിങ്ങൾ പുറത്തു വിടാം. പക്ഷെ എന്ത് തേങ്ങാക്കൊലയാണെങ്കിലും നമ്മുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. അതുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലൊന്നും സംസാരിക്കാം, മാന്യമായിട്ട് സംസാരിക്കാം, വിമർശിക്കാം, മാന്യമായിട്ട് വിമർശിക്കാം. അതാരെയാണെങ്കിലും, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സംസാരിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള മോശം വാക്കുകൾ, അത് തൻ്റെ അമ്മയുടെ അമ്മയല്ലേ, അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് മോറൽ വാല്യൂസ് ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന കക്ഷിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതൊന്നും ഇല്ല, തനി തൊട്ടിയാണെന്ന് മനസ്സിലായി. ഏതാണെങ്കിലും ഈ വീഡിയോ ഇവർ മുക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ മുക്കിയിട്ടുണ്ട്. 2 കൂട്ടരും മുക്കിയിട്ടുണ്ട്. അഹാന 7 ദിവസം കഴിഞ്ഞിട്ടേ മുക്കത്തോളം എന്നാണ് പറഞ്ഞത്, പക്ഷെ നേരത്തെ മുക്കി ഈ വീഡിയോ വന്നതിന് ശേഷം. ഇനി ഈ അമ്മൂമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാനൊന്ന് വെക്കാം, നിങ്ങളൊന്ന് കണ്ടുവെക്കുക. പറഞ്ഞോ. എൻ്റെ മക്കള് എന്നെ അമ്മൂമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇനി വാ,
ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു വാ. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. കുറേ എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്നും പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവരയക്കണേന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കണതുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയണില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് എനിക്കതല്ല മനസ്സിലാവാത്തത്, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒരു സൈഡ് മാത്രം കാണിച്ച് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു കുടുംബപരമായിട്ട് കിട്ടിയ കഴിവാണെന്ന് തോന്നുന്നു കേട്ടോ. എത്ര ലക്ഷം ആളുകളെയാണ് മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചത്. ഓക്കെ, തന്റെ ഭാഗത്തും തെറ്റുണ്ട്, അമ്മൂമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഒരാളെ മാത്രം കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്തിട്ട് വീഡിയോ ഇടണം, അയ്യോ, ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവാണ് കേട്ടോ, സമ്മതിക്കണം. കഴിഞ്ഞിട്ടില്ല പുള്ളിക്കാരത്തി. ഇനി പറയുന്ന ഒരു 12 മിനിറ്റ് നിങ്ങളുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് മൊത്തം ഞാൻ വെക്കാം, നിങ്ങൾ ഇത് കാണും. കാരണം ഈ വീഡിയോ ഇപ്പൊ നിലവിലില്ല, അത് മുക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ല എന്ന് എനിക്കറിയത്തില്ല. അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ. മൂക്കങ്ങനെ മുറിഞ്ഞ് രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ ഇവിടെ തെറിയും പറഞ്ഞും കൊണ്ടുപോയൊരു ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാൽ അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തൻവിയെ നോക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ. അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീയാണെന്നും ഒരാൾ കല്യാണം കഴിച്ച എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ച അല്ല കുഴപ്പം,
ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മു പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിൻ്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ചിന്നമ്മ നല്ലവളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്തായിട്ട് പറയുക, അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു വന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾ 58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലെ. അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നെല്ലാം അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, എന്നാ അപ്പൂപ്പന് അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നൂല്ല. ഒരു സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ്, ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ, കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഇഷാനിയായിട്ടാണ് വരണത്? കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി, ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത്, എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു, എന്തോന്ന് അപ്പൂപ്പൻ്റെ മരണത്തിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് എന്തോ കാര്യങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്തോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഈ പിന്നെ സഞ്ചാന്യത്തിൻ്റെ അന്ന് പിന്നെ ഇവർ അസ്ഥി ഒഴുക്കാൻ പോകുമ്പോൾ ഞാൻ പോകാമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഞാനും കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിടാനായിട്ടൊരു ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു. പറഞ്ഞ് തീരുന്നതിന് മുമ്പ് സിന്ധു പോയി എൻ്റെ തുണികളിരുന്ന പെട്ടി പോയി തുറന്നിട്ട്, ഇത് എനിക്കിഷ്ടപ്പെട്ട ചുടിദാർ, ഈ ചുടിദാറും ഇവിടെ ഇരിക്കണം, ഇത് എൻ്റെ ചുടിദാർ എനിക്ക് വേണം എന്നും പറഞ്ഞ് അതിലിരുന്ന് ഏറ്റവും നല്ലൊരു ചുടിദാർ അവളങ്ങെടുത്ത്. അവളെപ്പോഴോ എനിക്ക് തന്നതാണ്. അവൾ തന്ന തുണികളെ എനിക്കുള്ള, അല്ലാതെ ഞാൻ ചുടിദാർ തയ്ക്കാറില്ല, എനിക്ക് ചുടിദാർ തയ്ച്ചു തരാനും ആരുമില്ല. സിന്ധു തന്നിട്ടുള്ളത് തന്നെ. പക്ഷേ എങ്കിലും തന്ന തുണി അവൾ മരിച്ച് 4ൻ്റെ അന്ന് അവൾ ആ തുണിയെ തിരിച്ചെടുത്തുകൊണ്ട് പോയി. എൻ്റെ മോള് അവൾ തിരിച്ചെടുത്തുകൊണ്ട് പോയി അവളിടാണ്. എനിക്ക് തന്ന തുണി, മക്കളെ നീ എടുക്കല്ലേടാ, നീ തന്നതല്ലേ, നീ എടുക്കല്ലേ എന്ന് പറഞ്ഞ്. എന്നിട്ട് അവൾ കേട്ടില്ല, അവൾ എടുത്തുകൊണ്ട് പോയി. അത് എനിക്കിഷ്ടപ്പെട്ട തുണി, ഞാൻ അറിയാതെ കണ്ട് നിങ്ങളെ തുണികളെ കൂട്ടത്തിൽ വെച്ചതാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട തുണിയാണ്. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തയച്ച ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അത് എനിക്കറിയില്ല എന്നായി. അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ച് കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കണത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കണത്. അത് അവനെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞ്. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും
എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ച് ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. എനിക്ക് ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് തുണിയില്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുരിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്, എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ, ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയനാ. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവേയില്ലല്ലേ എന്നെപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല, അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുക ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും വഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് ഞാൻ അവർ കഷ്ടപ്പെട്ട് ഇവരിന്ന് ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ, എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ് എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പം ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോൻ, കാരണം ഞാൻ ഇട്ടയക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവര് പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട്ട് ഒരു ജോലിക്കാരിയെ വെക്കണോ. പിന്നെ എനിക്ക് ചെലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനങ്ങാന്ന് എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ, അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിയുടെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, ആ സിന്ധുവിൻ്റെയും സിമീൻ്റെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടോടെ നിൽക്കുന്ന ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോനെ. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 10-15 രൂപ, ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം, എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കൊടുത്തത്. അമ്മമ്മക്ക് അറിയല്ലേ അമ്മമ്മ, അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അഭിനയാണെന്ന്. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. ഈ വിഷമം കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം എനിക്ക് ഇത്രയും പെട്ടെന്ന്, സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് വരാൻ താല്പര്യമില്ലെന്ന് എനിക്കിപ്പോഴും നടു സീനാണ്. അപ്പം ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഞാൻ 1-ാം തീയതി പോകുന്നുണ്ട്. എനിക്ക് അത്രയ്ക്കും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മൂമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഓടി വന്നത്. എനിക്ക് ഈ ജൂൺ സമയത്ത് വരാൻ സത്യം പറഞ്ഞാൽ ഒരു ജൂലൈ പകുതിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഹോളിഡേന് വരായിരുന്നത്. കാരണം ലിയൻ്റെ സ്കൂൾ നഷ്ടപ്പെടുത്തി എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവനാണെങ്കിൽ ലാംഗ്വേജും പ്രശ്നമാണ്, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് മലയാളം കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവനെ ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർത്ത്, അതേ ഉള്ളൂ വരി. ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൻ്റേതായ എക്സ്പെൻസസും കാര്യങ്ങളും കാണും. സോ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് പറ്റുള്ളൂ. നമ്മളങ്ങനെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ എതിരെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അമ്മൂമ്മയെ നോക്കാൻ ആരും ഇല്ല ഇപ്പോൾ. അത് അമ്മൂമ്മയും അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ എങ്കിൽ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നോളൂ സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാലാകാളെന്നും അതല്ലെന്നും ഇല്ല എന്ന് പറയുന്ന ആള് ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് കുഞ്ഞിനീച്ച് ബിച്ച്. സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ യെസ് ലിയാൻ. അപ്പോൾ എന്തായാലും എൻ്റെ 2 കുട്ടികൾക്ക് എന്നെ ഇപ്പോൾ ആവശ്യമുണ്ട്. ഇനി വ്ളോഗും ചെയ്തുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കുക, നമ്മളെന്തായാലും ഇത്രയേ ഉള്ളൂ സത്യാവസ്ഥ. ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. സോ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുക. എന്തായാലും ബൈ ഗൈസ്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണേ? അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കടപ്പാടുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പം കേട്ടോണ്ടിരിക്കും, മറുത്തൊന്നും പറയില്ല. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത്രയും ഈ അഹാന പറഞ്ഞ പോലൊന്നും പറയത്തില്ലായിരിക്കും തിരിച്ച്. പക്ഷെ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്,
ഒരു തരത്തിലുള്ള കടപ്പാടില്ല, അവരെ ഒന്നും അമ്മുമ്മയായിട്ട് ഇതുവരെ കണക്കാക്കിയിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഏതോ ഒരു സ്ത്രീ വന്നതായിരുന്നു അലയ്ക്കുന്നു, എന്നെ തെറി വിളിക്കുന്നു, അപ്പോൾ പിന്നെ ഞാൻ എന്തും പറയാം. ഈ രീതിയിലാണ് അഹാന അവരെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അഹാനയുടെ ലാസ്റ്റ് വീഡിയോയിൽ 1-2 ഡയലോഗ്സ് തന്നെ അഹാന പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യമാണത്. ഒന്ന്, ഇവർക്ക് പ്രായമായില്ലേ, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് മരിച്ചു പോയിരിക്കും, അതുകൊണ്ട് ഞങ്ങളൊന്നും പറയാറില്ല. ഈ രീതിയിലൊരു ഡയലോഗ് അഹാന അടിച്ചിട്ട്. രണ്ടാമത്തെ ഡയലോഗ്, ഞങ്ങൾക്ക് വേണ്ട ഒന്നും അവർ തന്നിട്ടില്ല, ഞങ്ങളാണ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ടുള്ളത്, ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ഈ രീതിയിൽ വിച്ച് മീൻസ് അഹാനയുടെ മൈൻഡിൽ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളാണ് അവരെ ഫീഡ് ചെയ്ത്, ഞങ്ങളാണ് അവർ നോക്കുന്നത്, ഇവരുടെ അമ്മയെ വളർത്തിയത് അവരല്ലേ, അതൊന്നും കാണുന്നില്ലേ? ആ അമ്മയെ അങ്ങനെ ആക്കിയതുകൊണ്ടാണ് ഈ അഹാന അടക്കമുള്ള ടീംസ് ഇപ്പോൾ വന്നിരുന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത്. അതിൽ നിന്ന് വ്യക്തമാണ് കാര്യങ്ങൾ, ഇവരെങ്ങനെയാണ് ഈ അമ്മുമ്മയെ കാണുന്നത് എന്നുള്ളത്. അഹാനയുടെ ലാസ്റ്റ് വീഡിയോ കണ്ട സമയത്ത് ഓക്കെ, ഇവർ ഭയങ്കര ക്രൂരമായിട്ട് ഇവരെ ചിത്രീകരിച്ച സമയത്ത് ആരാണെങ്കിലും അങ്ങനെ ഒക്കെ പറയും, ബന്ധം കട്ട് ചെയ്യും, നോക്കുന്നില്ല. ഒരുപാട് കമന്റ്സും എൻ്റെ വീഡിയോ അടി വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള അമ്മൂമാരുണ്ടെന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഇത് കാര്യങ്ങൾ അങ്ങനല്ല, നിങ്ങളുടെ വീട്ടിലുള്ള അമ്മൂമാരെ പോലല്ല. ഇതൊരു സൈഡിൽ പണത്തിന്റെ ഹുങ്ക്, അഹങ്കാരം, ഫെയിം, മറ്റേ സൈഡിൽ ഇതൊന്നുമില്ല. ഇവിടെ രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് തെറ്റുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റുകളാണെങ്കിലും ശരികളാണെങ്കിലും ഓരോ വ്യക്തിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോഴും അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് ശരിയാവണമെന്നില്ല നിങ്ങൾക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ശരിയായിട്ട് തോന്നും, ചിലപ്പോൾ എനിക്കത് തെറ്റായിട്ട് തോന്നും. ഓരോ പേഴ്സണിലും പല പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും. ഈ KK ഫാമിലി എനിക്ക് ഒരു തരത്തിലുള്ള താല്പര്യമില്ലാത്ത ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നതെല്ലാം എനിക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നിയേക്കാം. എന്നാൽ പോലും ലാസ്റ്റ് വീഡിയോയിൽ അഹാനെ സപ്പോർട്ട് ചെയ്താണ് ഞാൻ സംസാരിച്ചത്. അഹാനയുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സംസാരിച്ചത്. ആ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അഹാനയുടെ ഭാഗത്ത് ശരിയുണ്ട്, പക്ഷെ മറച്ചു വെച്ച കാര്യങ്ങളാണ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇതിനകത്ത് തന്വി പറയുന്ന ഒരു കാര്യം, ഈ പേരക്കുട്ടികളെ രണ്ട് രീതിയിൽ നോക്കിയത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം തോന്നാൻ എന്നുള്ള രീതിയിലാണ് ഈ അഹാനയ്ക്ക് ഇത്രയും പ്രശ്നം ഈ മുത്തശ്ശിയോട് തോന്നാനുള്ള കാരണമെന്നാണ് തന്വി പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാം. രണ്ട് പേരക്കുട്ടികൾ രണ്ടുപേരും രണ്ട് രീതിയിൽ, രണ്ട് തരത്തിലുള്ള സ്നേഹം, കെയറും അറ്റൻഷൻ എല്ലാം രണ്ടായിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്നു ഒരാൾക്ക് കൊടുക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചെറുപ്രായത്തിലുള്ള അഹാനയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കാരണം മുത്തശ്ശിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഒരു കുട്ടിക്ക് എല്ലാം ഉണ്ട്, ഒരു കുട്ടിക്ക് ഒന്നുമില്ല. അപ്പൊ ഒന്നുമില്ലാത്ത കുട്ടിക്ക് എല്ലാം കൊടുക്കുന്നു. ആ സമയത്തുള്ള ചിന്തിക്കാനുള്ള ശേഷിയൊന്നും കുട്ടികളായിരിക്കുന്ന സമയത്തില്ല. പക്ഷെ വളർന്ന് വലുതായി ബുദ്ധിയും വിവേകവും വെച്ചതിന് ശേഷവും അത് എന്തുകൊണ്ടാണ് ആ അമ്മുമ്മ അങ്ങനെ പെരുമാറിയതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. ഇപ്പോഴും അവരെ ശത്രുപക്ഷത്ത് കാണുന്നത് മോശമാണ്. ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ. അതിനാരെങ്കിലും ഒരു ടീം ഇനിഷ്യേറ്റീവ് എടുക്കണം. അല്ല ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, അത് എനിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല, അവരുടെ സ്നേഹം കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുത്തശ്ശിയല്ലേ, നിങ്ങളെക്കാളും വാശി അവർക്കുണ്ടാവും. അവരെ കാണുമ്പോൾ കറക്റ്റ് ഡിറ്റോ ദിയ കൃഷ്ണ ഡിറ്റോ അത് തന്നെ, ദിയ കൃഷ്ണയുടെ അതേ പതിപ്പ്. അപ്പൊ ഈ വാശിയും കാണിച്ചുകൊണ്ട് ചെല്ലുന്നത് നിന്നേക്കാളും 10-40 ഓണം കൂടുതലുള്ള ടീംസിന്റെ അടുത്താണോ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് കൊച്ചുമക്കളായിട്ടുള്ള അഹാനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആ ഒരു പദപ്രയോഗങ്ങൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ അമ്മുമ്മയുടെ വായിൽ നിന്ന് വന്ന വൃത്തികെട്ട വാക്കുകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഈ അഹാന ഇവരെ ഇടി പൊടിയെന്നും മറ്റേ തെറിയും അതും ഇതും ഒക്കെ വിളിച്ചിട്ടുണ്ട്, ഡ്രസ്സ് കൊടുക്കാതിരുന്നിട്ടുണ്ട്, ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ഹോം നേഴ്സ് വരുമ്പോൾ തന്നെ ഇഞ്ചക്ഷൻ നൽകിയിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്, അവർക്ക് ഭ്രാന്താണെന്നുള്ള രീതിയിൽ. കല്യാണത്തിന് വരണ്ട എന്ന് പോയി പറയുന്നു, കൊടുത്ത ഡ്രസ്സ് തിരിച്ചെടുത്തോണ്ട് പോകുന്നു. ഇതൊക്കെ മാന്യതയുള്ള ആരെങ്കിലും ചെയ്യൂടെ? താല്പര്യമില്ലെങ്കിൽ വിട്ട് കളയണം, പോട്ടെന്ന് വിചാരിക്കണം, ബന്ധം കട്ട് ചെയ്ത് വിടണം. ഇത്രയൊക്കെ ചെയ്തിട്ടും വന്നിരുന്നിട്ട് ന്യായീകരിച്ച് കാണുമ്പോഴാണ് സത്യമായിട്ടും അയ്യോ സമ്മതിക്കണം. നിന്നെയൊക്കെ രണ്ടുപേരുടെ ഭാഗം തെറ്റുണ്ടെന്നാൽ അക്സെപ്റ്റ് ചെയ്യുക. ഈ കൂട്ടത്തിൽ രണ്ടുപേരും തെറ്റിയിട്ടുണ്ട്. പക്ഷെ അമ്മുമ്മ എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് പ്രായമായി, അതിൻ്റെതാണെന്നെങ്കിലും പറയാം. പക്ഷെ ഇവരൊക്കെ എന്താണ്? സിന്ധുകൃഷ്ണ അമ്മ ഭയങ്കര കിടിലം അമ്മയാണെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ അഹാന വന്നിരുന്ന് പറഞ്ഞത്. സ്വന്തം അമ്മയെ മകള് തെറി വിളിക്കുന്നത് കാണുമ്പോൾ, അത് ഗ്രൂപ്പിൽ പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്ന അത് അമ്മ എന്ത് അടിസ്ഥാനത്തിലാണ് കിടിലോ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം അമ്മയെ കൊച്ചുമോള് തെറി വിളിക്കുന്നത് അത് പ്രോത്സാഹിപ്പിക്കുന്ന അമ്മ കിടിലമാണോ? അറ്റ്ലീസ്റ്റ് അമ്മയ്ക്ക് പറയാലോ, എടി അതിന്റെ മുത്തശ്ശിയാണ്, എൻ്റെ അമ്മയാണ്, നിനക്ക് പറഞ്ഞോ, ഇങ്ങനൊന്നും പറയാതിരിക്കുക. ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് അഹാന വീഡിയോ ഇടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആരാ? സിന്ധുകൃഷ്ണയാണ്. ഇവരും ഈ തള്ളയെടുത്ത് ഇങ്ങനെ തന്നെ ആയിരിക്കും പെരുമാറിയത്. അത് കണ്ടിട്ടല്ലേ മക്കൾ പഠിക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് മോള് റെസ്പെക്ട് കൊടുത്തില്ലെങ്കിൽ കൊച്ചുമക്കൾ റെസ്പെക്ട് കൊടുക്കുമോ? ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമെന്നൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ചിലപ്പോൾ വരുമായിരിക്കും, ആദ്യം ചീത്ത വിളിച്ചത് അമ്മുമ്മയാണ്, ഞാനല്ല, അവരിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം കഥയൊക്കെ ആയിട്ട് വരുമായിരിക്കും. വാട്ട് എവർ, എന്ത് തേങ്ങാകൊലയാണെങ്കിലും ചിലപ്പോൾ അഹാനയുടെ ഭാഗത്താണ് ഇനി ശരിയെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട കുറച്ച് ബഹുമാനമുണ്ട്, കീപ്പ് ചെയ്യേണ്ട കുറച്ച് മോറൽ വാല്യൂസ് ഉണ്ട്. അതില്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലെന്ന് തന്നെ പറയും, വെറും കച്ചറയാണ്, തൊട്ടിയാണെന്ന് തന്നെ പറയും. അതിപ്പോൾ തെളിയിച്ച് KK ഫാമിലി, കാട്ടുകൂറ ഫാമിലി കൊള്ളാം, എന്താണെങ്കിലും ബെസ്റ്റ്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ശരി.